നമുക്ക് അടുത്തൊരു വാർത്ത ഇതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് കേട്ട് ഇരിക്കുന്നൊരു പാട്ടുണ്ടല്ലോ, മിന്നലേ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ പാട്ട് നമ്മുടെ അമരൻ സിനിമയിലെ ആ സിനിമയിൽ ഭയങ്കര ഹിറ്റാണെന്നല്ലോ. ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ എല്ലാവരും പറയുന്നത് ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയല്ലോ. അപ്പോൾ ഇനി ശിവകാർത്തികേയനാണ് ഇനി വിജയുടെ സ്ഥാനത്ത് തമിഴകം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അപ്പം ആ സിനിമയെന്ന് വെച്ചാൽ ഭയങ്കര ഹിറ്റാണ്. കാരണം ഒരു ജവാന്റെ ഇതാണ് പറയുന്നത്, മുകുന്ദ വരദരാജിന്റെ ലൈഫ് ഇതിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അവർ രണ്ടുപേരും അതിനകത്ത് നല്ല രീതിയിൽ അഭിനയിച്ച് അടിപൊളിയാക്കിയ ഒരു സിനിമയാണ്. നല്ല ഒരുപാട് ക്യാഷും ആ സിനിമയ്ക്ക് കിട്ടിയിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിൽ സായി പല്ലവി ആണ് നായികയായിട്ട് വന്നത്, ഇന്ദു റബേക്കയായിട്ട് വന്നത് സായി പല്ലവി ആയിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ഉപയോഗിച്ച ആ ഫോൺ നമ്പർ സായി പല്ലവി യൂസ് ചെയ്ത ആ ഫോണിൽ ശരിക്കും അതിങ്ങനെ ഒരു യൂസറുണ്ട്. ആ യൂസറിന് ഇപ്പോൾ സായി പല്ലവി അല്ലേ സായി പല്ലവിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നിരന്തരം കോള് വന്നുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം അതിന് നഷ്ടപരിഹാരം തേടിയിരിക്കുക. അതൊരു വിദ്യാർത്ഥിയാണ്, നഷ്ടപരിഹാരം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ 1.1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് വി വാഗീസൻ 1.1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാവിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് നായികയുടെ ഫോൺ നമ്പർ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ വാഗീസ് എന്ന് പറയുന്ന ഇയാളായിരുന്നു. ചിത്രം ഇറങ്ങിയത് ദീപാവലിക്കായിരുന്നു, അതായത് ഒക്ടോബർ 31-നായിരുന്നു. അപ്പം അന്ന് മുതൽ തുടർച്ചയായിട്ട് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. നിർത്താതെ കോളുകൾ വരികയാണ് സായി പല്ലവിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഇങ്ങനെ കോള് വന്നുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഫോണ് സൈലൻ്റ് ആക്കി വെച്ചു. കോളുകൾ എടുക്കാതെ വിളിക്കുന്നവർക്കെല്ലാം സായി പല്ലവിയോട് സംസാരിക്കണം എന്ന രീതിയിലാണ് കോൾ എടുക്കുമ്പോൾ അവർ പറയുന്നത്. അദ്ദേഹത്തിന് ഉറങ്ങാനോ പഠിക്കാനോ കഴിയാത്തൊരു അവസ്ഥയായിട്ട് മാറി ഇരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാത്രമല്ല ആധാർ കാർഡ്, ബാങ്ക് രേഖകൾ എല്ലാം ഈ ഫോൺ നമ്പറിൽ ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ ഈ നമ്പർ ഇട്ട് ചേഞ്ച് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയില്ല. അതായത് ഒരു വിദ്യാർത്ഥിയല്ലേ, ഡെയിലി ഇങ്ങനെ കോൾ വന്നുകൊണ്ടേ ഇരിക്കുമ്പം നമുക്ക് ടെൻഷൻ ആവില്ല. കാരണം ആൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് അദ്ദേഹം അവസാനം വക്കീൽ നോട്ടീസ് അയച്ചിട്ട് നഷ്ടപരിഹാരമായിട്ട് 1.1 കോടി രൂപ നൽകണമെന്ന്. ഈ സിനിമ ഇറങ്ങിയ പിന്നെ ഇതിന് കുറേ വിവാദങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഈ മുസ്ലിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ ഇതിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് കുറേ വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു എന്നും പറഞ്ഞ് കുറേ വിവാദങ്ങൾ വന്നായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും ഫോൺ നമ്പർ ഉപയോഗിച്ച് ആളെ വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നും പറഞ്ഞ് വന്നിട്ട്. പക്ഷെ എന്തായാലും സിനിമ നല്ല ഹിറ്റ് സിനിമയാണ്.